കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോലും കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി മൺവാസന ഇന്നെൻ നെഞ്ചിൽ പോ. നമസ്കാരം, മെഴ്സിലീസ് ഐസ്ക്രീം മാജിക്കിന്റെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞങ്ങളുടെയും മെഴ്സിലീസിന്റെയും വക നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അമൃതയുടെ തുടരും കാണാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അടുത്ത് ഇറങ്ങിയതിലെ വളരെ മികച്ച ഒരു സിനിമയായിരുന്നു. ഞാനും ഇങ്ങനെ കണ്ണ് വെട്ടാതെ നമ്മൾ നോക്കിയിരിക്കാന്ന് പറയില്ലേ, അതുപോലെ നോക്കി കണ്ട സിനിമയായിരുന്നു. യുടെ വണ്ടർഫുൾ ജോബ് ഓൾസോ. അതിന് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അല്ലേ? അപ്പൊ ഓണത്തിന് എന്തൊക്കെയാണ് വീട്ടിലെ പരിപാടികൾ? സദ്യ, ഭക്ഷണം ഇതൊക്കെ തന്നെയാണോ? ഓഫ് കോഴ്സ്. ഇന്ന് എന്താണ് ഷെഫ് ഉണ്ടാക്കി തരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, എന്താണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ഓണത്തിന് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ട്വിസ്റ്റ് വെച്ച് ഒരു പുതിയ ഡെസേർട്ട് ഉണ്ടാക്കാം. എല്ലാത്തിനും ട്വിസ്റ്റ് ഉണ്ട്. അതെ, എല്ലാത്തിനും ട്വിസ്റ്റ്. ഈ ട്വിസ്റ്റ് ഉള്ള ഐറ്റത്തിന് എന്തെങ്കിലും പേരുണ്ടോ? ബനാന ഡിലൈറ്റ് എന്ന് വിളിക്കാം നമുക്ക്. ബനാന ഡിലൈറ്റ്. വാവ്. ഓണാമേ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? ശർക്കര വരട്ടി, പഴം, പപ്പടം, അതൊക്കെ തന്നെയല്ലേ? അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസും. ഇനി ഒരു മെയിൻ ഐറ്റം കൂടെ ഉണ്ട്. അതെ, മെഴ്സിലീസിന്റെ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം. ഓക്കേ, ഐസ്ക്രീം ഇഷ്ടമല്ലേ? യെസ്. സ്കൂളിൽ വന്നു കഴിഞ്ഞാ അപ്പൊ തന്നെ ഐസ്ക്രീം. വീട്ടിലേക്ക് പറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. ഐ മീൻ സ്കൂള് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോ അവിടെ ഒരു കടയുണ്ട്, എപ്പോഴും ഐസ്ക്രീം. കറക്റ്റ് ആളെയാ നമ്മളിവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, ഒന്നും പറയാനില്ല. അപ്പൊ ഐസ്ക്രീം വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഡിഷാണ് ഷെഫ് ഉണ്ടാക്കി തരാൻ പോകുന്നത്. നമുക്ക് ആ ബനാന ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടുന്ന ബട്ടർ ഇട്ട് കൊടുക്കണം. ഇത് ആക്ച്വലി മെഴ്സിലീസിന്റെ അൺസോൾട്ടഡ് കുക്കിംഗ് ബട്ടറാണ്. ബട്ടർ ചൂടാവുന്ന ബനാന ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ അത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കട്ടെ, തുടരും സിനിമയിലേക്ക് എങ്ങനെയാ വന്നത് അമൃത? ഞാൻ 9th-ലായിരുന്നു, ഐ മീൻ 1 year ago. അന്ന് ഓണത്തിൻ്റെ തന്നെ പപ്പയ്ക്ക് ഒരു കോള് വരുന്നത്. മാമനാണ്, അശ്വിൻ എന്നാണ് പേര്. വിളിച്ചിങ്ങനെ പറഞ്ഞിങ്ങനെ ഒരു മൂവിക്കൊരു ഇതുണ്ട്, റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ അങ്ങനെ ഒരു വിളി വന്നപ്പോ ലാലേട്ടന്റെ കൂടെയാന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല. ശോഭന മാമുണ്ടെന്ന് വിചാരിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. ഇല്ല. എന്റെ ദൈവം, എന്തൊരു ഭാഗ്യമാണല്ലേ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ലാലേട്ടന്റെയും ശോഭന മാമിന്റെ ഒക്കെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഹൗ വാസ് യുവർ ഡ്രീം? എന്താ പറയാ, ലാലേട്ടനുമായിട്ടൊക്കെ മിണ്ടുമ്പോഴൊക്കെ ഞാൻ ഇതിന് മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ഷെഫ് മിണ്ടിയിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഫേവറേറ്റ് ഫ്ലേവർ ഏതാ ഐസ്ക്രീമിന്റെ? സ്പാനിഷ് ഡിലൈറ്റ്. മെഴ്സിലീസിന്റെ സ്പാനിഷ് ഡിലൈറ്റ് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? യെസ്, അതല്ലേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ പറ, അതാണ്. സ്പാനിഷ് ഡിലൈറ്റ് ആണ് സ്ഥിരം കഴിക്കുന്നതെന്ന് പറഞ്ഞു. വേറെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മെഴ്സിലീസിന്റെ? ബ്ലൂബെറി ആക്ച്വലി നല്ല ഓപ്ഷനാണ്, നല്ല സ്വാദം. അതെ, അത് ഞാൻ അതിന്റെ കുറെ റിവ്യൂസും കേട്ടിട്ടുണ്ട്. ജാഗരി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഫൺ പാർട്ട് ഉണ്ട്. പപ്പടം പൊടിക്കുന്നതാണ്. ക്രഷ് ചെയ്ത് കൊടുത്തു. ടെൻഡർ കോക്കനട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇവരുടെ? ഇല്ലല്ലോ. ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കട്ടെ. ഇത് ആക്ച്വലി ടെൻഡർ കോക്കനട്ടിന്റെ മിനി ടബ് ആണ്. ഇത് തന്നെ 1/2 liter 1 liter അവൈലബിൾ ആണ്. എല്ലാ സൈസിലും അവൈലബിൾ. എല്ലാ സൈസിലും അവൈലബിൾ. ഇതിനകത്ത് പീസ് ഇട്ടുന്നുണ്ടല്ലോ. അതിനകത്ത് ആക്ച്വലി പൾപ്പ് ഉണ്ട്. മെഴ്സിലീസ് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യുന്നത് അതിൻ്റെ ബെസ്റ്റ് കിട്ടുന്ന പ്ലേസിൽ നിന്നാണ്, ഏറ്റവും ബെസ്റ്റ് സോഴ്സിൽ നിന്ന്. കരിക്ക് നമ്മൾ സോഴ്സ് ചെയ്യുന്നത് പാലക്കാട് നിന്നാണ്. നമ്മൾ ഒരു ഡേയിൽ 8,000 to 12,000 കരിക്ക് നമ്മൾ നേരിട്ട് കർഷകരിൽ നിന്നും കളക്ട് ചെയ്ത് അത് ഫാക്ടറിയിൽ കൊണ്ടുപോയി നമ്മൾ പ്രോസസ് ചെയ്തിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നമുക്കപ്പോൾ പ്ലേറ്റ് ചെയ്യാം.
ടെൻറ്റ കോക്കനട്ടിന് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കഴിവല്ലുള്ളത്. ഇഷ്ടം പോലെ ഗുണങ്ങളുണ്ട്. നിറയെ ഇലക്ട്രോലൈറ്റ്സ് ഉള്ളതാണ്, ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണ് അല്ലേ? അങ്ങനെ കുറെ ഗുണങ്ങളില്ലേ ഷെഫെ? അതെ, ആന്റി ബാക്ടീരിയൽ ആണ്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷീണൊക്കെ വന്നിരിക്കുന്ന കരിക്ക് കഴിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് എനർജി തിരിച്ചു കിട്ടിയ പോലെ ഒരു ഫീൽ വരുന്നില്ലേ? ഓ മറ്റേ ഈ ഗ്ലൂക്കോസ് കഴിക്കണ പോലെ. അതെ, അതിന് കാരണം എന്താണെന്നറിയോ? അതിന് കാരണം MCT. ഈ MCT എന്ന് പറയുന്നത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് ആണോ? അതെ, അത് തന്നെ. 5 പഠിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കെമിസ്ട്രി ഒക്കെ എനിക്കറിയാം. കെമിസ്ട്രി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കപ്പം മേളിൽ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ മെർസിലീസിന്റെ ടെൻഡർ കോക്കനട്ട്. ഇതുവരെ ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളിൽ ഐസ്ക്രീം ഇട്ടപ്പോ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട ആള് ദേ നിൽക്കുന്നു. എനിക്ക് ഐസ്ക്രീം ഇഷ്ടം. ഗാർണിഷിന് വേണ്ടി നമുക്ക് കുറച്ച് ശർക്കര വരട്ടി. ഓക്കെ, നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. കഴിച്ചാലോ? കഴിച്ചു നോക്കാം നമുക്ക്. യെസ്. ഇത് ഞാൻ ഉണ്ടാക്കും. ഇത്രയും പെർഫെക്റ്റ് ആയി വന്നിട്ടില്ലെങ്കിലും ഒരു രക്ഷയില്ലാട്ടോ ഈ സംഭവം. ഞാനിത് കൊണ്ടുപോകുന്നതിന് മുന്നേ ഞാൻ ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, എന്നിട്ട് നമുക്ക് പോയി സമാധാനമായിട്ട് കഴിക്കാം. ഏതായാലും ഈ കലാപരിപാടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് കടക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സോ ബൈ ഫ്രം മെർസിലീസ് ഐസ്ക്രീം മാജിക്. ബൈ ബൈ.